ശ്രീ CV ശാന്തകുമാർ. ശബരിമലയിലെ മാസപൂജയ്ക്കും ഒക്കെ പോകാറുള്ള ഒരു ഭക്തൻ കൂടിയാണ്, ആ മണ്ഡലത്തിലെ ഒരംഗം കൂടിയാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നും യാഥാർത്ഥ്യമല്ല സാർ. തീർച്ചയായിട്ടും നമ്മൾ പമ്പ മുതൽ സന്നിധാനം വരെ പോകും, മരക്കൂട്ടം വരെയുള്ള കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത പാതകൾ, അവിടെ ഈ മഴവെള്ളമേറ്റ് തെന്നി വീണ് നിരവധി ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് സാർ. അതിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. അതുപോലെ പൊന്നമ്പലവാസൻ്റെ മണ്ഡപത്തിൽ പല സൈഡിലും ഹോളുകൾ ഇട്ടിരിക്കുകയാണ് സാർ. കാരണം അടിസ്ഥാനമായി കാണുമ്പോൾ അവിടെ ഹോളുകൾ ഇട്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് സ്വർണ്ണക്കൊള്ള അത് അന്വേഷിച്ച് അതിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ മുഴുവൻ കുറ്റവാളികളെയും രംഗത്ത് കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് സത്വര നടപടി സ്വീകരിക്കണമെന്ന്. യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇത്തവണത്തെ ദർശനം വളരെ സുഗമമാക്കുന്നതിന് വേണ്ടി ഈ 9-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു യോഗം അന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട MLA-മാർക്കും ഗവൺമെൻറ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണക്കത്ത് അയക്കുന്നതാണ്. ആ യോഗത്തിൽ വെച്ച് ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. തവണ വളരെ നേരത്തെ തന്നെ അത് ഒരുക്കുകയാണ്. ഇനി അടുത്ത മാസം വീണ്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച ഫൈനൽ ചർച്ച പമ്പയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സാർ അങ്ങേക്ക് അറിയാം, അത് SITയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനുള്ള അവകാശമില്ല. ഹൈക്കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം സർക്കാരിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ്.